നമ്മളിവിടെ 3 ചാറ്റ് ബോട്ടുകൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. DeepSeek ഉണ്ട്, മൈക്രോസോഫ്റ്റിൻ്റെ കോപ്പൈലറ്റ് ഉണ്ട്, ChatGPT ഉണ്ട്. 3 AIയോട് നമ്മൾ ഒരേ സമയം ഒരേ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആ ചോദ്യങ്ങൾക്ക് 3 ചാറ്റ് ബോട്ടുകളും എങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആദ്യത്തെ ചോദ്യം തന്നെ ഹു ഈസ് ഗോവിന്ദ് JK, അതായത് എൻ്റെ പേര് ചോദിച്ചിട്ട് ഞാൻ ആരാണ് എന്ന് ചോദിക്കുകയാണ്. അതിനെങ്ങനെയാണ് മറുപടി തീർക്കാമെന്ന് ചോദിക്കും. ഞാൻ DeepSeekനോട് ചോദിക്കുന്നു, കോപ്പൈലറ്റിനോട് ചോദിക്കുന്നു, ChatGPT ചോദിക്കുന്നു. സെൻഡ് കൊടുക്കുക. 3നോട് ഞാൻ ചോദിച്ചിരിക്കുകയാണ്. 3 പേര് നൽകുന്ന മറുപടി നമുക്ക് നോക്കാം. അപ്പോൾ ഏറ്റവും ഫസ്റ്റിൽ തന്നെ കോപ്പൈലറ്റ് മറുപടി തന്നു. അതായത് ഈ പേരിൽ ഒരുപാട് ഇൻഡിവിജ്വൽസ് ഉണ്ട്, നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് കൊടുത്താൽ മാത്രമേ, അല്ലെങ്കിൽ സ്പെസിഫിക് ഏത് ഇൻഡസ്ട്രിയിലാണെന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ മാത്രമേ അത് മറുപടി തരത്തുള്ളൂ. പക്ഷേ ChatGPTയും അത് തന്നെയാണ്, അതേ സെയിം മറുപടി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എന്താണ് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാൽ മാത്രമേ എന്നെ കാണിച്ചു തരത്തുള്ളൂ. പക്ഷേ ChatGPT മറുപടി തന്നിട്ടില്ല. നമുക്ക് ഒന്നുകൂടി ഒന്ന് സെൻഡ് ചെയ്യാം. മറുപടി തരുമോ എന്നുള്ളത് നോക്കാം. അത് സെർച്ച് ചെയ്യുകയാണ്, വെബിൽ സെർച്ച് ചെയ്യുകയാണ്. കണ്ടോ, അപ്പോൾ അത് ഫോട്ടോ ഉൾപ്പെടെ കാണിച്ചു തന്നു. ഗോവിന്ദ് JK കണ്ടന്റ് ക്രിയേറ്റർ, ടെക്നോളജി റിലേറ്റഡ് വീഡിയോസാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു തന്നു. എൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് കാണിച്ചിട്ടുണ്ട്, ഇൻസ്റ്റഗ്രാം ലിങ്ക് കാണിച്ചിട്ടുണ്ട്, യൂട്യൂബ് ലിങ്ക് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ സോഴ്സുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് അവർ മറുപടി തന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഡീപ് തിങ്കിനകത്തുള്ള വെബ് സെർച്ച് ഓണാക്കിയിട്ടിട്ട് നമുക്ക് സെയിം ക്വസ്റ്റ്യൻ ഒന്ന് ചോദിച്ചു നോക്കാം. അതെങ്ങനെയാണ് മറുപടി തരുന്നത് എന്നുള്ളത്. അത് ഓണാക്കിയിട്ടൊന്ന് ചോദിക്കുകയാണ്. വെബിൽ നിന്നുള്ള വിവരങ്ങൾ എടുത്ത സമയത്ത് അത് നമ്മുടെ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ അതിൽ ഈ 3 എണ്ണത്തിൽ നമുക്ക് ക്ലിയറായിട്ട് ഫോട്ടോ ഉൾപ്പെടെ തന്നത് ChatGPT ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു ചോദ്യം ഇതിനോട് ചോദിക്കാം. വിച്ച് കംസ് ഫസ്റ്റ്, കോഴിയാണോ മുട്ടയാണോ ആദ്യം വന്നത് എന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. എന്ത് ഉത്തരവാണ് തരുന്നുള്ളത്. ഡീപ് തിങ്കിനോട് ചോദിക്കുന്നു, അതുപോലെ തന്നെ കോപ്പൈലറ്റിനോട് ചോദിക്കുന്നു, ChatGPTയോട് ചോദിക്കുന്നു. 3 പേര് ഏത് തരത്തിലുള്ള മറുപടിയാണ് തരുന്നത് നമുക്ക് നോക്കാം. ഇതിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ കോപ്പൈലറ്റാണ്. ക്വിക്കായിട്ട് ആൻസർ തരുന്നുണ്ട്. ഏറ്റവും സ്ലോ ആയിട്ട് തരുന്നത് DeepSeek ആണ്. നമ്മൾ ഏറ്റവും ആദ്യം ചോദിക്കുന്നത് DeepSeekനാണ്, പക്ഷേ ഏറ്റവും അവസാനം ഉത്തരം തരുന്നത് DeepSeek ആണ്. അപ്പോൾ ചോദ്യം ചോദിച്ചു, അതിൻ്റെ കുറേ ഇവല്യൂഷണറി പെർസ്പെക്റ്റീവ് പറയുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റ് പെർസ്പെക്റ്റീവുകളൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും അവസാനം എഗ്ഗാണ് ആദ്യം ഉണ്ടായതെന്ന് DeepSeek പറയുന്നു. അതുപോലെ തന്നെ കോപ്പൈലറ്റും പറഞ്ഞേക്കുന്നത് അത് സയൻറ്റിഫിക്കായിട്ട് പറയുന്ന സമയത്ത് എഗ്ഗാണ് ആദ്യം ഉണ്ടായത് എന്ന് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. ChatGPTയുടെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാലും ഇത്തരത്തിൽ തന്നെയാണ് പറഞ്ഞേക്കുന്നത്. എവല്യൂഷണറി പെർസ്പെക്റ്റീവിലും ജനറിക് പെർസ്പെക്റ്റീവിലും അനലൈസ് ചെയ്തിട്ട് എഗ്ഗാണ് ആദ്യം വന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3 പേരും ഉത്തരം പറഞ്ഞേക്കുന്നത് സെയിം രീതിക്ക് തന്നെയാണ്. അതിൽ കുറച്ചുകൂടി നല്ല രീതിക്ക് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത് ChatGPTയുടെ ഭാഗത്തു നിന്നാണ്. അടുത്തൊരു ചോദ്യം ചോദിക്കാം. ലിസ്റ്റ് ഔട്ട് സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സ്റ്റേറ്റുകൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ChatGPT കോപ്പൈലറ്റിനോട് ചോദിക്കുന്നു, അവസാനം ChatGPTയോടും ആ ഒരു ചോദ്യം ചോദിക്കുന്നു. 3 പേര് എങ്ങനെയാണ് മറുപടി തരുന്നത് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം കണ്ടോ, ക്വിക്കായിട്ട് മൈക്രോസോഫ്റ്റിൻ്റെ കോപ്പൈലറ്റ് മറുപടി തന്നിട്ടുണ്ട്. അപ്പോഴും DeepSeek ചിന്തിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ അവിടെ. അപ്പോൾ പ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ DeepSeek വളരെ സ്ലോ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ChatGPT ആണ് ഏറ്റവും ലാസ്റ്റ് നമ്മൾ ചോദിച്ച ChatGPT ഉണ്ട്. അപ്പോൾ അതും ഓൾറെഡി മറുപടി തന്നു. ഓക്കെ, 3 പേരും നമുക്ക് കൃത്യമായിട്ടുള്ള മറുപടി തന്നെ തന്നിട്ടുണ്ട്. അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, കറക്റ്റായിട്ട് തന്നെ തന്നിട്ടുണ്ട്. നമുക്ക് അടുത്തൊരു ചോദ്യം ചോദിച്ചു നോക്കാം. ലിസ്റ്റ് ഔട്ട് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ എന്ന് ചോദിക്കുകയാണ്. നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. DeepSeekനോട് ചോദിക്കുകയാണ്, കോപ്പൈലറ്റിനോട് ചോദിക്കുകയാണ്, അതുപോലെ തന്നെ ChatGPTയോട് ചോദിക്കുന്നു. 3 പേര് എങ്ങനെ മറുപടി തരുന്നു നോക്കാം. DeepSeek കണ്ടോ, എന്തൊക്കെയോ പറഞ്ഞു വന്നു, എന്നിട്ട് അവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പായി കളഞ്ഞു. ഇതിൻ്റെ അകത്തുള്ള ഡീപ് തിങ്ക് R1 ഓണാക്കിയിട്ട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം എങ്ങനെ മറുപടി തരുന്നുള്ളത്. കോപ്പൈലറ്റ് ഇതിനോടൊക്കെ തന്നെ ക്വിക്കായിട്ട് ആൻസറൊക്കെ കൃത്യമായി എഴുതി തന്നിട്ടുണ്ട്. ChatGPTയും തന്നിട്ടുണ്ട് കേട്ടോ. അത് ഡീപ് തിങ്ക് ഓണാക്കിയിട്ടും കിട്ടും. നമുക്ക് വെബ് സെർച്ച് കൂടെ ഓണാക്കിയിട്ടൊന്ന് ചോദിച്ചു നോക്കാം എങ്ങനെ മറുപടി തരുന്നത്. എങ്ങനെയൊക്കെ ചോദിച്ചാൽ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് DeepSeek നമുക്ക് മറുപടി തരുന്നില്ല.
അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾ മറ്റു പലതുമായിരിക്കാം. ഓക്കെ, അപ്പോൾ തിങ്കിങ് പ്രോസസ്സൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ തിങ്കിങ് പ്രോസസ്സ് ഏറ്റവും അവസാനമാകുമ്പോഴത്തേക്കും കണ്ടോ അതങ്ങ് ക്യാൻസൽ ആയിപ്പോകും. അതാണ് അതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. നമുക്ക് മറ്റൊരു ചോദ്യം ചോദിക്കാം. ബിഗ്ഗസ്റ്റ് ആനിമൽ ഇൻ ദ വേൾഡ് എന്നുള്ളത് ഒരു ചോദ്യം ചുമ്മാ ചോദിച്ചു നോക്കാം. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ. തിങ്കും ഇതൊക്കെ ഓഫാക്കിയിട്ടിട്ട് വെറുതെ ചോദിച്ചു നോക്കാം. ചോദിച്ചു, അടുത്ത ആളിനോട് ചോദിച്ചു, ഏറ്റവും അവസാനം ChatGPT ചോദിച്ചു. ഏറ്റവും ഫാസ്റ്റായിട്ട് റിപ്ലൈ വരുന്നത് കോപ്പൈലറ്റ് തന്നെയാണ്. ഭയങ്കര ഫാസ്റ്റാണ്. നമ്മൾ എൻ്റർ കൊടുക്കുന്ന സമയത്ത് തന്നെ ആൻസർ തന്നു കഴിഞ്ഞു. അപ്പോൾ ബ്ലൂ വെയിലാണ് എന്നുള്ളത് തന്നു, മറ്റവരും ബ്ലൂ വെയിലാണെന്ന് തന്നു, അടുത്ത ഇവരും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിലൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. 3 പേരും 3 രീതിക്കാണ് എക്സ്പ്ലനേഷനൊക്കെ തന്നിട്ടുള്ളതെന്നേ ഉള്ളൂ. കുഴപ്പമില്ല, എന്നാലും അതിൽ വലിയ പ്രോബ്ലം ഒന്നുമില്ല. ലാസ്റ്റത്തെ ഒരു ചോദ്യം ചോദിക്കാം. വാട്ട് ഈസ് ഗോഡ്? എന്താണ് ദൈവം എന്ന് ചോദിച്ചു നോക്കാം. എങ്ങനെ മറുപടി തരുമെന്ന് നോക്കാം. ഡീപ്സീക്കിനോട് ചോദിക്കുന്നു, കോപ്പൈലറ്റിനോട് ചോദിക്കുന്നു, ChatGPTയോട് ചോദിക്കുന്നു. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി കോപ്പൈലറ്റിൻ്റെ സ്പീഡാണ് കേട്ടോ. ഉണ്ടോ, നമ്മൾ കൊടുത്ത സമയത്ത് തന്നെ ആൻസർ ഇൻസ്റ്റൻ്റ് ആയിട്ട് തരികയാണ്, എടുത്ത് വെച്ചേക്കുന്ന പോലെ. മറ്റേതൊക്കെ ഇങ്ങനെ ഉണ്ടോ എന്ത് സ്ലോ ആണെന്ന് നോക്കിയേ. അപ്പോൾ ChatGPT ഓൾമോസ്റ്റ് ആൻസർ തന്നു കഴിഞ്ഞു. റിലീജിയസ് പെർസ്പെക്റ്റീവിലും ഫിലോസഫിക്കൽ പെർസ്പെക്റ്റീവിലുമുള്ള, അതുപോലെ തന്നെ സയൻറ്റിഫിക് ആയിട്ടും അതുപോലെ തന്നെ എത്തിസ്റ്റിക് ആയിട്ടുള്ള 4 തരത്തിലുള്ള വ്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തന്നിട്ടുണ്ട്, മറുപടി തന്നിട്ടുണ്ട്. സോ വാട്ട് ഈസ് ഗോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സമ്മറൈസ് ചെയ്ത ആൻസർ തന്നിട്ടുണ്ട്. എന്നിട്ട് അവസാനം ചോദിക്കണം, വാട്ട് ഡസ് ഗോഡ് മീൻ ടു യു? നമുക്ക് എന്താണ് ദൈവം എന്നുള്ളൊരു ചോദ്യം ഇങ്ങോട്ട് ചോദിക്കുകയാണ്. ഓക്കെ, അപ്പോൾ മറ്റവരുടെ ഭാഗത്തുനിന്ന് കോപ്പൈലറ്റിൻ്റെ ഭാഗത്തുനിന്നും ഏകദേശം ChatGPTയുടെ ഭാഗത്തുനിന്നൊക്കെ ഒരേ രീതിയിലുള്ള എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. 5 തരത്തിലുള്ള, ഒരു 4 തരത്തിലാണ് ഡിഫൈൻ ചെയ്തതെങ്കിൽ 5 തരത്തിൽ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ട് അവർ മറുപടി തന്നിട്ടുണ്ട്. അപ്പോഴും മറ്റവരിത് അവിടെ എഴുത്തും വായനയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. ജസ്റ്റ് ഒന്ന് കമ്പാരിസൺ ചെയ്തതാണ്. ഇതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാനായിട്ട്, അല്ലെ ഏറ്റവും ബെസ്റ്റ് എന്നല്ല, ഏറ്റവും മോശം എന്ന് പറയാനായിട്ട് ഡീപ്സീക്ക് തന്നെയാണ്. ഇത് രണ്ടിനെയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ കോപ്പൈലറ്റും അതുപോലെ തന്നെ ChatGPT രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും പിന്നിൽ നിൽക്കുന്നത്, 3ാമത് എത്തിയിരിക്കുന്നത് ഡീപ്സീക്ക് തന്നെയാണ്. കാരണം മറുപടികൾ തരുന്ന കാര്യത്തിലാണെങ്കിലും ആക്യുറസിയുടെ കാര്യത്തിലാണെങ്കിലും സ്പീഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇത് ഡീപ്സീക്ക് ഏറ്റവും പിന്നിലാണ്. സ്പീഡിൻ്റെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ മൈക്രോസോഫ്റ്റിൻ്റെ കോപ്പൈലറ്റാണ്. എന്നാൽ ആക്യുറസിയുടെയും റിലയബിലിറ്റിയുടെയൊക്കെ കാര്യത്തിൽ ChatGPT കുറച്ചുകൂടി മുന്നിൽ നിൽക്കുന്നതെന്ന് തോന്നി. മൈക്രോസോഫ്റ്റ് കോപ്പൈലറ്റും പിന്നിലെന്നല്ല, ഇത് രണ്ടും ഏകദേശം ഒരേ ലെവലിൽ നിൽക്കുന്ന, കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു സാധനമാണെന്ന് തോന്നി. പക്ഷേ സ്പീഡിൻ്റെ കാര്യത്തിൽ കോപ്പൈലറ്റ് ഫാർ ബെറ്ററാണ്, വളരെ ബെറ്ററാണ്. നമ്മൾ ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ പ്രസ് ചെയ്ത ഉടനെ തന്നെ ആൻസർ പട്ടാന്ന് പറയുകയാണ്. അതാണ് എൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.